ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ അധിനിവേശം ഉണ്ടാകുമെന്ന ആശങ്ക ഇപ്പോൾ കൂടുതൽ വ്യാപകമാവുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ചുള്ള അമേരിക്കയുടെ സൈനിക നീക്കം തന്നെയാണ്. US പടക്കപ്പൽ ജോർജ് വാഷിംഗ്ടനാണ് ഈ പസഫിക് മേഖലയിൽ ചൈന അല്ലെങ്കിൽ അമേരിക്കയുടെ കാവൽക്കാരായി വർഷങ്ങളോളം നിലനിന്നിരുന്ന ഒരു കപ്പലാണ്. അതിപ്പോൾ ഇറാൻ തീരത്തേക്ക് പോകുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ്. അവിടെയാണ് ആദ്യമായി അമേരിക്കയുടെ സാന്നിധ്യം ഇൻഡോ പസഫിക് മേഖലയിൽ ഉണ്ടാകാത്ത ഒരു പശ്ചാത്തലം ഉണ്ടാക്കുന്നത്. അമേരിക്കൻ പടക്കപ്പൽ എബ്രഹാം ലിങ്കനെ യുദ്ധമുന്നണിയിൽ നിന്ന് മാറ്റുന്ന US-ന് അന്താരാഷ്ട്ര തലത്തിൽ ഒരു വൻ നാണക്കേടുമായിട്ടുണ്ട്. അതിന് പകരമാണ് ഈ വാഷിംഗ്ടൺ ഉപയോഗിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ജോർജ് വാഷിംഗ്ടൺ ഉപയോഗിക്കുന്നത് എന്ന വിവരമായി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് പ്രധാനമായും ചൈനയ്ക്ക് സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ അവസരമായി കണ്ടേക്കാം എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിനോദുണ്ട്. വിനോദ്, ഇത് നേരത്തെ ഈ കപ്പലുമായി ബന്ധപ്പെട്ട ഒരുപാട് അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. അതിലെ മറീനുകൾക്കുണ്ടാകുന്ന വലിയ പ്രതിസന്ധികൾ, തീരമടുക്കാതെ ദിവസങ്ങളോളം കിടക്കേണ്ടി വരുന്ന പശ്ചാത്തലം, പലരും കടലിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ട്രംപൊക്കെ നിഷേധിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ പസഫിക് മേഖലയിൽ നിന്ന് ആദ്യമായി തങ്ങളുടെ സാന്നിധ്യം ഒഴിവാക്കേണ്ട അവസ്ഥയിലാണ് അമേരിക്ക. രഞ്ജിത്ത്, ഇവിടെ അമേരിക്ക സമ്പൂർണ്ണമായൊരു നാണക്കേടിലേക്ക് പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രതിരോധത്തിലേക്ക് കൂടി നീങ്ങുകയാണ്. കാരണം പസഫിക് മേഖലയിൽ ഒരു വലിയ യുദ്ധക്കപ്പലില്ല എന്നൊരവസ്ഥയിലേക്ക് അമേരിക്ക ചെന്നെത്തുകയാണ്. അവിടെയാണ് ചൈനയ്ക്ക് വലിയ അവസരം തുറന്നു കിട്ടുന്നത്. നമുക്കറിയാം, തായ്വാൻ അല്ലെങ്കിൽ ഫിലിപ്പീൻസ്, വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങൾക്ക് വലിയ സുരക്ഷ നൽകുന്നത് അമേരിക്കയുടെ പടക്കപ്പലുകളുടെ സാന്നിധ്യമാണ്, അല്ലെങ്കിൽ അവരുടെ സൈനികരുടെ സാന്നിധ്യമാണ്. അതാണ് ഒറ്റയടിക്ക് പസഫിക് മേഖലയിൽ ഇല്ലാതാകുന്നത്. അതിന് കാരണമായത് എബ്രഹാം ലിങ്കനിലെ സൈനികരുടെ കൂട്ടയടിയും ആക്രമണവും തന്നെയാണ്. മരണങ്ങൾ പോലും വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇങ്ങനെ 9 മാസമായി തുടരുന്ന എബ്രഹാം ലിങ്കനിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും സൈനികർക്ക് കഴിയുന്നില്ല. അതിനുള്ള സൗകര്യങ്ങളില്ല, അടിസ്ഥാന സൗകര്യങ്ങൾ അപ്പാടെ തകർന്നു. അവിടെയാണ് ഈ സെൻട്രൽ കമാൻഡിൻ്റെ മേധാവി ബ്രാഡ് കൂപ്പർ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവിന് നേരെ കുപ്പിയേറുണ്ടായതും സൈനികരുടെ വലിയ പ്രതിഷേധമുണ്ടായതും. ഇതോടുകൂടി സെൻട്രൽ കമാൻഡ് ഒരു വാർത്താക്കുറിപ്പിറക്കി. ഇത് വ്യാജമാണ്, ഇങ്ങനെയുള്ള വാർത്തകളില്ല എന്ന ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. പക്ഷേ തൊട്ടു പിന്നാലെ തന്നെ ജോർജ് വാഷിംഗ്ടൺ എന്ന പടക്കപ്പലിനെ അവിടെ നിയോഗിക്കാൻ തീരുമാനിക്കുകയും ഇപ്പോൾ എബ്രഹാം ലിങ്കനെ അവിടെ നിന്ന് മാറ്റാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അതായത് അവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെടുകയാണ്. സൈനികരുടെ പ്രതിഷേധമുണ്ടായി, തമ്മിലടിച്ചു എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെടുകയാണ്. ഇങ്ങനെ കപ്പലിൻ്റെ മാറ്റത്തോടുകൂടി 23-ാം തീയതിയോട് ജോർജ് വാഷിംഗ്ടൺ അവിടെ എത്തും. അതായത് ഇറാൻ്റെ തീരത്തെത്തും. പ്രത്യേകിച്ച് ഒമാൻ തീരത്ത് ഖദാം തുറമുഖത്തിലേക്ക് എത്തും. അതിനുശേഷമായിരിക്കും ഈ എബ്രഹാം ലിങ്കൻ മാറിക്കൊണ്ടുള്ള ഒരു സേവനത്തിലേക്ക് ഈ പുതിയ കപ്പൽ പ്രവേശിക്കുക എന്നത് വാർത്തകളായി പുറത്തു വരുന്നത്. അവിടെയാണ് നമ്മൾ മറ്റൊരു കാര്യം കാണേണ്ടത്. മറ്റ് രാജ്യങ്ങൾ, ഈ അമേരിക്കയെ ആശ്രയിച്ച് നിൽക്കുന്ന, ചൈനയോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾ, തായ്വാൻ അടക്കമുള്ള സെമി കണ്ടക്ടറിൻ്റെയൊക്കെ ഉൽപ്പാദനത്തിൽ ലോകത്ത് തന്നെ ഒന്നാമത് നിൽക്കുന്ന രാജ്യമാണ് തായ്വാൻ. ആ തായ്വാനൊക്കെ വലിയ ഭീഷണിയിലേക്ക്, ചൈനയുടെ ഭീഷണിയിലേക്ക് പോവുകയാണ് രഞ്ജിത്ത്. തീർച്ചയായും അതാണ് സാഹചര്യം. നമുക്ക്